ഹലോ. അപ്പോൾ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത് ഒരു റെസിപ്പി വീഡിയോ ആണ്. ഞാനിന്ന് ഷെയർ ചെയ്യുന്ന റെസിപ്പിയാണ് ഗാർലിക് ബ്രെഡാണ്. അപ്പോൾ ഏറ്റവും ആദ്യം 4 സ്ലൈസ് ബ്രെഡ് എടുത്തു. അതിന് ശേഷം കുറച്ച് മോസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ഒറിഗാനോ, ചോപ്ഡ് ഗാർലിക്, ചില്ലി ഫ്ലേക്സ്, കൊറിയാണ്ടർ ലീഫ്, ഇത്ര ഐറ്റംസ് എടുത്തിട്ടുണ്ട്. പിന്നീട് ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ എന്ന് പറയുന്നത് ഫ്രിഡ്ജിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും എടുത്ത് പുറത്ത് വെക്കണം. എന്താണെന്ന് വെച്ചാൽ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസി വേണം ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഒരു പിടി ചോപ്ഡ് ഗാർലിക് ഇട്ടു. അതിനുശേഷം കുറച്ച് ഒറിഗാനോ ഇട്ടു. പിന്നീട് അതിലേക്ക് കൊറിയാണ്ടർ ലീഫ് ഇട്ടു. അതിനുശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടു. ഈ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇടുന്നത് കൊണ്ട് അത്യാവശ്യം സ്പൈസിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ചില്ലി ഫ്ലേക്സിൻ്റെ അളവ് കുറച്ചാൽ മതി. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ ഈ നന്നായിട്ട് മിക്സൊക്കെ ആകണമെങ്കിൽ നമ്മളുടെ ബട്ടർ തണുപ്പൊക്കെ പോകണം. ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും എടുത്ത് പുറത്ത് വെക്കണം. അല്ലാതെ ഉടനെ പുറത്ത് വെച്ചിട്ട് നമ്മൾ ഹീറ്റ് ചെയ്യിപ്പിച്ച് മെൽറ്റ് ചെയ്യിപ്പിച്ചാൽ നമ്മുടെ ഗാർലിക് ബ്രെഡിന് പറ്റില്ല. ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിയിൽ ബട്ടർ നിൽക്കണം. അതാണ് ഗാർലിക് ബ്രെഡിൻ്റെ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എല്ലാം കൂടി മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ എന്നാന്ന് വെച്ചാൽ ഓരോന്നും ഞാൻ എടുക്കുകയാണ്. ഓരോന്നും ഞാൻ എടുത്ത് എൻ്റെ ബ്രെഡിൽ ഞാൻ തേച്ച് പിടിപ്പിക്കുകയാണ്. നന്നായിട്ട് ബ്രെഡിൻ്റെ എല്ലാ ഫുൾ കവർ ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് എടുത്ത് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഡയറക്റ്റ് എന്താ പറയണമെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബട്ടർ, അതുപോലെ തന്നെ ചീസ്, അതുപോലെ തന്നെ ഗീ, ഇതുപോലെയുള്ള ഡയറി പ്രൊഡക്ട്സൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഉൾപ്പെടുത്തുവാണെങ്കിൽ, ഈ ഡയറി പ്രൊഡക്ട്സ് ഫുഡിൽ ഉൾപ്പെടുത്തുവാണെങ്കിലുള്ള ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന കാൽസ്യം സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ്, അതായത് കാൽസ്യം ഡെഫിഷ്യൻസി പോലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഡയറക്റ്റ് ഇപ്പോൾ പാല് കുടിക്കാൻ മടിയുള്ളവർ, അതുപോലെ തന്നെ ചായ കുടിക്കാൻ മടിയുള്ളവർ ഇങ്ങനെയുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ബ്രെഡിൽ ഡിപ്പായിട്ടൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിലേക്ക് കാൽസ്യത്തിൻ്റെ പ്രൊഡക്ട്സ് എത്തുവാണ്. അപ്പോൾ അത് ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഈ ഒരു ഡയറി പ്രൊഡക്ട്സ്. അപ്പം ഞാനെന്ന് വെച്ചാൽ എനിക്ക് പറ്റുന്നത് പോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ മോൾക്കൊക്കെ ഈ ബട്ടറും ചീസും ഒക്കെ ഒന്നും ഓവറല്ല, എല്ലാം ആവശ്യത്തിന്. ഇപ്പോൾ അധികമായ അമൃതും വിഷം എന്ന് പറയുമല്ലോ, അതുപോലെ ഒന്നും ഞാൻ ഓവറാക്കത്തില്ല. എന്നാൽ അവൾക്ക് ഞാൻ കുറച്ച് ചീസ്, ബട്ടർ, ഗീ എല്ലാം ഇതുപോലെയുള്ള ഐറ്റംസിലൊക്കെ റെഡിയാക്കി ഉൾപ്പെടുത്തി കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചെങ്കിലും ശരീരത്തിലെത്തും. അപ്പോൾ അമ്മമാരൊക്കെ ശ്രദ്ധിക്കുക, മക്കൾക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ബട്ടറൊക്കെ സ്പ്രെഡ് ചെയ്ത് മക്കളെ കഴിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. അത് നല്ലതാണ്. കാരണം അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജോയിൻറ്റ് പെയിന്, ബോൺ പെയിന്, അതുപോലെ തന്നെ മസിൽ പെയിൻ, ബാക്ക് പെയിൻ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലംസിനൊക്കെ മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കാൽസ്യം ഡെഫിഷ്യൻസിയാണ്. അപ്പം നമ്മൾ ഈ ഡയറി പ്രൊഡക്ട്സ് ഒക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്കതൊക്കെ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാം. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ആ ഒരു മിക്സ് ഞാൻ എൻ്റെ എടുത്ത 4 ബ്രെഡിലും ഞാൻ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എല്ലായിടത്തും. അതിനുശേഷം ഞാൻ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നത് മോസറല്ല ചീസാണ്. അപ്പോൾ മോസറല്ല ചീസും ഞാൻ എൻ്റെ 4 ബ്രെഡിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം 1 by 1 ആയിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് പാനിലിട്ട് ഞാൻ ഈ മോസറല്ല ചീസൊക്കെ മെൽറ്റ് ആവുന്ന രീതിയിൽ ഒരു 2 മിനിറ്റ്സ് ക്ലോസ് ചെയ്ത് വെച്ച് ഞാൻ പാനിലിട്ടെടുക്കും. അപ്പോൾ അതിന് ശേഷം എൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഞാൻ കുറച്ച് കഴിഞ്ഞ് നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഗാർലിക് ബ്രെഡ് റെസിപ്പി എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം.